Please be seated. Praise the Lord. I greet you all the matchless and precious name of our Lord and Savior Jesus Christ. This is a special day God has given in our life as a graduation service. And now we are going to hear the message. Okay. Our selected passage is Hebrews chapter 13 verse 8. Our selected theme is never alone. നാം ദൈവവചന സന്ദേശത്തിനായി നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നു. നമ്മുടെ മഹത്തായ ചിന്താവിഷയമായി ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത് നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല, നെവർ അലോൺ എന്നുള്ള ഒരു ചിന്താവിഷയമാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം ആസ്പദീകരിച്ചുകൊണ്ട് നല്ലൊരു സന്ദേശം കേൾക്കുവാൻ നാം താല്പര്യപ്പെടുന്നു. ഗ്രാജുവേറ്റ്സിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് CTH ക്ലാസ്സിൽ പഠിക്കുന്ന സിസ്റ്റർ രാജിയാണ് മെസ്സേജ് നൽകുന്നത്. ഇപ്പോൾ സിസ്റ്റർ രാജി മുൻപിലേക്ക് വന്ന് ദൈവവചന സന്ദേശം നൽകും. നമുക്ക് ഒരുമിച്ച് കരങ്ങളിൽ തട്ടി കർത്താവിനെ മഹത്വപ്പെടുത്താം. വളരെ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ നല്ല ഒരു സന്ദേശം നമുക്ക് ലഭിക്കുവാൻ പ്രാർത്ഥനയോടെ ദയവായിരുന്നാലും. Praise the Lord. First, I am giving honor to God, who is the Savior and head of my life. Respected Chief Guest, the Assistant Superintendent of AG Malayalam District Council, Reverend Dr. Isaac V. Matthew. The President of Bethany Bible College, Reverend P.K. Yeshudas. Principal Dr. K. Nannu. Dear faculty and staff and pastors, well-wishers, co-laborers in Christ, who are graduating with me, and all of you that are present here. I greet you all in the precious name of Lord and Savior Jesus Christ. I consider it as a great honor to be a student speaker on behalf of the 2025 graduates. വിശ്വാസ സ്ഥിരത നൽകുന്നതിനും ദുരുപദേശങ്ങളെ ചെറുക്കുന്നതിനും ക്രിസ്തുവിന്റെ പരമാധികാരം ഉറപ്പാക്കുന്നതിനും ഈ ലേഖനം വളരെയധികം സഹായിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിൽ നിന്നും യഹൂദ ക്രിസ്ത്യാനികളെ എന്തു വില കൊടുത്തും തിരിച്ചു കൊണ്ടുപോകുമെന്ന തരത്തിൽ യഹൂദ മത മേലധ്യക്ഷന്മാർ അശ്രാന്തം പരിശ്രമം നടത്തിയിരുന്നു. പീഡനകാലത്തിൽ യഹൂദ മതത്തിലേക്ക് മടങ്ങിപ്പോകുവാനുള്ള വലിയ സാധ്യതയും അവർക്കുണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഈ ലേഖനം പരിശുദ്ധാത്മാവിനാൽ ലേഖകന്റെ തൂലികയിലൂടെ പിറന്നു വീണത്. ഈ സാഹചര്യങ്ങളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഇന്നത്തെ നമ്മുടെ സാഹചര്യങ്ങളും. ക്രിസ്തീയ ദൗത്യ നിർവഹണത്തിനും ശക്തമായ വെല്ലുവിളികൾ നമ്മുടെ മുൻപിൽ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും എന്നേക്കും അനന്യനുമായ ക്രിസ്തു നമ്മോട് കൂടെയുള്ളതിനാൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമ്മെ ആ വിശ്വാസമാണ് മുന്നോട്ട് നയിക്കുന്നത്. പോട്ടോ മോണോസ് എന്ന ഗ്രീക്ക് പദമാണ് നാം ഒറ്റയ്ക്കല്ല എന്ന ചിന്തയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നെവർ എലോൺ, ഒരിക്കലും ഒറ്റയ്ക്കല്ല. എന്തുകൊണ്ട് നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല? കാരണം ക്രിസ്തു ചരിത്രപരമായി അനന്യനത്രേ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഹിസ്റ്റോറിക്കലി ഇൻകമ്പയറബിൾ. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല, കാരണം ക്രിസ്തു ചരിത്രപരമായി അനന്യനത്രേ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഹിസ്റ്റോറിക്കലി ഇൻകമ്പയറബിൾ. എബ്രായ ലേഖനം 8-ാം അധ്യായം 7 ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളോട് വചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. നമുക്ക് മുൻപ് അനേകായിരം വിശുദ്ധന്മാർ ഈ സുവിശേഷം പ്രസംഗിച്ചു. ലോകത്തൊക്കെയും പ്രസംഗിക്കുകയും വേല തികയ്ക്കുകയും നിത്യത പോകുകയും ചെയ്തു. ക്രിസ്തീയ സഭയുടെ പീഡനകാലങ്ങളിൽ അനേകർ മൺമറഞ്ഞു പോയപ്പോഴും ഇന്നും അനേകർ പീഡനങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുമ്പോഴും അവരുടെ വിശ്വാസ നായകനും പ്രത്യാശയുമായ യേശു ക്രിസ്തു എന്നേക്കും മാറാത്തവനായി നിലകൊള്ളുന്നു. തന്നെ അനുഗമിക്കുന്നവർക്കും തനിക്കായി ശുശ്രൂഷിക്കുന്നവർക്കും തൻ്റെ സാന്നിധ്യം പകർന്ന് ശക്തി കൊടുത്ത് ആവശ്യങ്ങളെ മനസ്സിലാക്കി വിശപ്പ് മനസ്സിലാക്കി മരുഭൂമിയിൽ പോഷിപ്പിച്ച നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് ഇന്നും മാറാത്തവനായി നമ്മോട് കൂടെയുള്ളതിനാൽ അവരുടെ വിശ്വാസം നമ്മെയും മുന്നോട്ട് നയിക്കുന്നതാകട്ടെ.
മനുഷ്യനെല്ലാം തന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഒരു കാലഘട്ടത്തിൽ ആകർഷകരും പ്രസിദ്ധരുമാണ്. മോശ സൗമ്യതയുടെ പര്യായമായിരുന്നു. ഇയ്യോബ് സഹിഷ്ണുതയുടെ മാതൃകയായിരുന്നു. യോഹന്നാൻ സ്നേഹത്തിൻ്റെ മാതൃകയായിരുന്നു. ഏലിയാവ് ശക്തനായ പ്രവാചകനായിരുന്നു. ഇവരെല്ലാം കാലത്തിൽ മറഞ്ഞപ്പോഴും എല്ലാ ഗുണങ്ങളും തികഞ്ഞവനായി പൂർവപിതാക്കന്മാർക്ക് വിശ്വസ്തനായ, ഏത് കാലത്തും കൂടെ ഇരിക്കുന്നവനായ ക്രിസ്തുവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മർക്കോസ് 9:8 ഇങ്ങനെ പറയുന്നു, പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാറേ തങ്ങളോടുകൂടെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല. ക്രിസ്തുവിന്റെ തേജസ്കരണ സമയം പ്രത്യക്ഷനായ യഹൂദന്മാരുടെ ശ്രേഷ്ഠ പ്രവാചകനായ ഏലിയാവും നിസ്തുല്യ ലീഡറായ മോശയും യേശുവിന്റെ ശിഷ്യഗണത്തിനും അഭിമാനം കൊള്ളുന്ന വ്യക്തികളായിരുന്നു. ഏലിയാവിന്റെ മോശയുടെ സാമീപ്യം ആഗ്രഹിച്ച പത്രോസിന്റെ വാക്കുകളുടെ മുൻപിൽ എൻ്റെ പ്രിയപുത്രനായ ക്രിസ്തുവിന് ചെവി കൊടുപ്പിനെന്ന ശബ്ദം കേട്ടു. ആ ദൈവശബ്ദത്തിന്റെ മുൻപിൽ നോക്കി ശിഷ്യന്മാർക്ക് കാണുവാൻ സാധിച്ചത് യേശുവിനെ മാത്രമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ വർഷങ്ങളിൽ അഭിഷിക്തരിലൂടെ നമുക്ക് ലഭിച്ച അഭ്യസനങ്ങളും ആത്മീയ അനുഭവങ്ങളും തേജസ്സേറിയ സാക്ഷ്യങ്ങളും നമ്മെ നടത്തിയ പിതാക്കന്മാരുടെയും കുടുംബ അംഗങ്ങളുടെയും ആത്മീയ സുഹൃത്തുക്കളുടെയും പ്രോത്സാഹനങ്ങൾ പ്രശംസനീയമാണ്, ശ്രേഷ്ഠമാണ്. എന്നാൽ പ്രതികൂലങ്ങളുടെയും വെല്ലുവിളികളുടെയും ദേശങ്ങളിലും ശുശ്രൂഷയുടെ ഏകാന്തതയുടെ അനുഭവങ്ങളിലും ചുറ്റും നോക്കുമ്പോൾ ആരെയും കാണാത്ത സമയങ്ങൾ മുന്നിൽ വന്നേക്കാം. ഭയപ്പെടേണ്ട, നമുക്ക് വീണ്ടെടുപ്പ് നൽകി നമ്മെ ശുശ്രൂഷയ്ക്ക് വിളിച്ച് ഇതുവരെ നടത്തിയ ഒരുവൻ നമ്മെ വിട്ടു മാറുകയില്ല. പിതാക്കന്മാർക്ക് അനന്യനായി വെളിപ്പെട്ടവൻ ആരൊക്കെ കൈവിട്ടാലും ആരൊക്കെ മാറിപ്പോയാലും ക്രിസ്തു മാറുകയില്ല. നാം ഒറ്റയ്ക്കല്ല, ക്രിസ്തു മാറാത്തവൻ. ഹല്ലേലൂയ. ആ ദൈവത്തെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ. രണ്ടാമതായി, നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. ക്രിസ്തു ദൈവികതയിൽ, ദൈവത്വത്തിൽ ഇന്നും അനന്യനത്രേ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഡിവൈൻലി ഇൻകംപയറബിൾ. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല, കാരണം ക്രിസ്തു ദൈവികതയിൽ, ദൈവത്വത്തിൽ ഇന്നും അനന്യനത്രേ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഡിവൈൻലി ഇൻകംപയറബിൾ. മാറ്റമില്ലായ്മ ദൈവിക സ്വഭാവമാണ്. പഴയ നിയമത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന ദൈവം അരുളി ചെയ്തിരിക്കുന്നു, യഹോവയായി ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. അനന്യനായ ക്രിസ്തുവിനെ കുറിച്ച് ലൂക്കോസ് 1:33 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്ക് രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. യേശു ക്രിസ്തു നിത്യനാണ്, അവൻ ആദ്യനും അന്ത്യനുമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സെയിം ഇൻ ഹിസ് പേഴ്സൺ. നാം ഒരു ദിവസം ശക്തരായിരിക്കും, അടുത്ത ദിവസം ബലഹീനരാകും. ഒരു മണിക്കൂർ മനുഷ്യർ സ്ഥിരതയുള്ളവരായിരിക്കും, അടുത്ത മണിക്കൂർ അസ്ഥിരമാകാം. ഒരു നിമിഷത്തിൽ ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെടുന്നത് കൊണ്ട് വിശുദ്ധരാകാം, എന്നാൽ അടുത്ത നിമിഷത്തിൽ നമ്മുടെ മോഹങ്ങളാൽ പാപത്തിൽ വീണേക്കാം. എന്നാൽ യേശുക്രിസ്തു ദൈവിക സത്തയിലും പ്രകൃതിയിലും സ്വഭാവത്തിലും എന്നേക്ക് സ്ഥിരതയുള്ള, പൂർണ്ണതയുള്ള അനന്യനായ ദൈവമത്രേ. ഒരു വസ്തുവിനോ ഒരു വ്യക്തിക്കോ ഒരു മാറ്റം വരുന്നുവെങ്കിൽ അത് നല്ലതോ മോശമോ ആകാം. അതിനൊരു വ്യത്യാസം വരുന്നില്ലെങ്കിൽ അത് മാറ്റമില്ലാത്ത അവസ്ഥയാണ്. ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അതിനോട് ഏതെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കേണ്ടി വരും. എന്നാൽ ക്രിസ്തു സർവസമ്പൂർണനാകയാൽ ഒന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തു സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമായ ദൈവമാകയാൽ അവന്റെ വിശുദ്ധിക്കും നീതിക്കും വചനത്തിനും രക്ഷാശക്തിക്കും നിത്യമായ സ്നേഹത്തിനും പരമാധികാരത്തിനും ഒരിക്കലും മാറ്റം വരുന്നില്ല. ഹല്ലേലൂയ. ചരിത്രത്തിലെ ക്രിസ്തു തന്നെയാണ് ഇന്നത്തെയും ക്രിസ്തു. കഷ്ടതയുടെയും പ്രതിസന്ധിയുടെ നടുവിൽ നമുക്കൊരു വൈകാരികത തരുന്ന ദൈവമല്ല ക്രിസ്തു. സകല സമ്പൂർണതയും തികഞ്ഞ ദൈവം നമ്മോട് കൂടെ നിന്ന് നമ്മെ ശക്തീകരിക്കുകയും നാം ചെല്ലുന്നതിന് മുൻപേ സകലതും മുൻകൂട്ടി അറിഞ്ഞ് നമുക്ക് വേണ്ടി കരുതുകയും പാതയൊരുക്കുവാനും കഴിവുള്ള സർവശക്തനായ ക്രിസ്തു ഇന്നും നമ്മോട് കൂടെയുണ്ട്. പഴയ നിയമത്തിലെ യഹോവ ശമ്മയായി പിതാക്കന്മാർക്ക് വെളിപ്പെട്ട ക്രിസ്തു ഇന്ന് ഇമ്മാനുവേലായി നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രസിദ്ധനായ ജോൺ വെസ്ലിയുടെ ഓർമ്മകളിൽ
വെസ്റ്റ് മിനിസ്റ്ററിൽ ലിഖിതം ചെയ്യപ്പെട്ട വരികൾ പ്രസിദ്ധമാണ്. ഗോഡ് ബറീസ് ഹിസ് വർക്ക് മാൻ ബട്ട് ഹി ക്യാരീസ് ഓൺ ഹിസ് വർക്ക്. വേല തികച്ച തൻ്റെ വേലക്കാരെ ദൈവം അടക്കം ചെയ്യുന്നു, എന്നാൽ തൻ്റെ വേല ഇന്നും ദൈവം വഹിക്കുന്നു, അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. വെളിപ്പാട് 1:18 ക്രിസ്തു ഇങ്ങനെ പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഈ ഭൂമിയിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവർ അനേകർ ഉണ്ടായിരുന്നു, എന്നാൽ അവരെല്ലാം പിന്നെയും മരിച്ചുപോയി. എന്നാൽ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിക്കുന്ന ഒരുവനേയുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അത്രേ. ആ ക്രിസ്തു തൻ്റെ പ്രവൃത്തി നമ്മളിലും ഇന്നും തുടരുന്നു. മരണത്തെ ജയിച്ച ജയവീരനായ ക്രിസ്തു ഇന്നും നമ്മോട് കൂടെയുണ്ട്. നാം ഒറ്റയ്ക്കല്ല. മൂന്നാമതായി, നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. കാരണം ക്രിസ്തു തൻ്റെ അധികാരത്തിലും ഉപദേശത്തിലും അനന്യനത്രേ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻകമ്പയറബിൾ ഇൻ ഹിസ് ഡോക്ട്രിൻ ആൻഡ് അതോറിറ്റി. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല, കാരണം ക്രിസ്തു തൻ്റെ അധികാരത്തിലും ഉപദേശത്തിലും അനന്യനത്രേ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഇൻകമ്പയറബിൾ ഇൻ ഹിസ് ഡോക്ട്രിൻ ആൻഡ് അതോറിറ്റി. യെശയ്യാവ് 9:7 ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനം ഉണ്ടാകുകയില്ല. നാം പ്രസംഗിക്കുന്ന ക്രിസ്തു സർവത്തിനും അധികാരിയാണ്. മത്തായി 28:18 ക്രിസ്തു ഇങ്ങനെ വിളംബരം ചെയ്ത് തൻ്റെ ശിഷ്യന്മാരെ അന്ത്യകാല ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടണം, ഉപദേശിക്കണം, ശിഷ്യരാക്കണം എന്നീ നിയോഗങ്ങൾ നൽകുമ്പോൾ ഒരു വാഗ്ദത്തം കൂടി നൽകുന്നുണ്ട്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ വചനങ്ങളും ഉപദേശങ്ങളും അധികാരത്തോടു കൂടിയവയായിരുന്നു. സകലത്തിനും അധികാരിയായ ക്രിസ്തു നമ്മോട് കൂടെയുണ്ടെങ്കിൽ മറ്റൊരധികാരങ്ങൾക്കും നമ്മെ കീഴ്പ്പെടുത്തുവാനോ ജയിക്കുവാനോ കഴിയുകയില്ല. എബ്രായർ 13:9 ഇപ്രകാരം പറയുന്നു, വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലിച്ചു കൊണ്ടുപോകരുത്. ഇതൊരു മുന്നറിയിപ്പാണ്. മുൻകാല ഭക്തന്മാർ സത്യസുവിശേഷത്തിനായി നിലകൊണ്ട് വ്യാജ ഉപദേശങ്ങൾക്കെതിരെ പൊരുതി ജീവാവസാനം വരെയും ഉപദേശത്തിൽ നിലകൊണ്ടു. അവരെ ഓർത്തുകൊള്ളുവാനും ഉപദേശം നൽകിയിട്ട് മറ്റൊരു മുന്നറിയിപ്പ് കൂടി നമുക്ക് തരുന്നു. കാര്യങ്ങൾക്കും ധനസമ്പാദനത്തിനും പ്രശസ്തിക്കും ഉപദേശങ്ങളെ വളച്ചൊടിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിനും ഉപദേശത്തിനും വില കൊടുത്ത് നിൽക്കുന്നവരോട് കൂടെ നിൽക്കാൻ ആരുമില്ലാതെ വന്നാലും നിരാശപ്പെടേണ്ട. നാം ഒറ്റയ്ക്കല്ല. അനന്യനായ ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. അധികാരത്തിലും ഉപദേശത്തിലും അവൻ മാറ്റമില്ലാത്ത ദൈവം അത്രേ. ഹല്ലേലൂയ. ഇന്ന് ബിരുദം സ്വീകരിച്ച് നിയോഗം പ്രാപിച്ച് കർത്തൃവേലയ്ക്ക് നാം ഇറങ്ങുമ്പോൾ ജീവിതത്തിന്റെ ശുശ്രൂഷയുടെ സമസ്ത മേഖലകളിലും നാം കാൽ ചുവട വയ്ക്കുന്നതിന് മുൻപ് മാറ്റമില്ലാത്ത നമ്മുടെ കർത്താവ് അവിടെയുണ്ട്. നമ്മുടെ നന്മയ്ക്കായും അവന്റെ മഹത്വത്തിനായും നമുക്ക് വേണ്ടി സകലതും ചെയ്ത് കരുതൽ നൽകി നമ്മെ നടത്തുവാൻ ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുവാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ അസംബ്ലീസ് ഓഫ് സഭയുടെ പ്രഥമ സൂപ്രണ്ടായിരുന്ന പാസ്റ്റർ AC സാമുവേലിൻ്റെ ശുശ്രൂഷ അനുഭവങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്. ചിലപ്പോൾ നമ്മളിൽ പലർക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പാസ്റ്റർ സാമുവേലിൻ്റെ പ്രവർത്തനങ്ങളിലും ശുശ്രൂഷകളിലും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാർ അദ്ദേഹത്തെ ആക്രമിക്കുവാൻ തീരുമാനിച്ചു. ഒരു ഭവനത്തിലെ യോഗത്തിനായി അദ്ദേഹം പോകുന്ന വഴി മനസ്സിലാക്കി രാത്രി തിരികെ വരുമ്പോൾ തന്നെ കല്ലെറിഞ്ഞ് അപായപ്പെടുത്തുവാൻ തീരുമാനിച്ച് അടുത്തുള്ള കുറ്റിക്കാട്ടിൽ പതിയിരുന്നു. ഈ സമയം അടുത്ത ഗ്രാമത്തിലെ ഒരു കൊല്ലൻ്റെ ആലയ്ക്ക് തീപിടുത്തമുണ്ടായത് കാരണം ജനത്തിന്റെ ബഹളം കേട്ട് പതിയിരിപ്പുകാർ ആ സ്ഥലത്തേക്ക് ഓടുകയുണ്ടായി. എന്നാൽ ഈ കാര്യമൊന്നും അറിയാതെ പാസ്റ്റർ സാമുവേൽ യോഗം കഴിഞ്ഞ് അതുവഴിയിലൂടെ സുരക്ഷിതമായി തൻ്റെ ഭവനത്തിലേക്ക് തിരികെ എത്തി. നാളുകൾ കഴിഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കുവാൻ പതിയിരുന്ന ചെറുപ്പക്കാരിൽ ചിലർ രക്ഷിക്കപ്പെട്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് ഈ അനുഭവം അവർ പങ്കുവച്ചു. ആലയിൽ തീപിടുത്തമുണ്ടായ സമയം ഞങ്ങൾ അങ്ങോട്ടേക്ക് ഓടിപ്പോയി. അതേ സമയം തന്നെയാണ് ദൈവം പാസ്റ്റർ സാമുവേലിനെ ആ വഴിയിലൂടെ സുരക്ഷിതമായി മടക്കി വരുത്തിയത്. സർവജ്ഞാനിയും സർവശക്തിയും സർവവ്യാപിയുമായ നമ്മുടെ കർത്താവ്
ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും നമ്മെ നടത്തുകയും നമ്മെ പരിപാലിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഡിയർ ഗ്രാജുവേറ്റ്സ്, സുവിശേഷത്തിൻ്റെ പാതയിൽ നാം യാത്ര തുടരുമ്പോൾ പ്രതികൂലങ്ങൾ, കഷ്ടതകൾ, ഇല്ലായ്മകൾ, പീഡനങ്ങൾ ഒക്കെ നമുക്കുണ്ടായേക്കാം. എന്നാൽ അവയുടെ നടുവിൽ നാം ഒറ്റയ്ക്കല്ല. നമ്മെ വിളിച്ച് ഈ ശുശ്രൂഷയ്ക്കായി ഇന്ന് നിയോഗിക്കുന്ന ക്രിസ്തു ഈ യാത്രയിൽ നമ്മോട് കൂടെയുണ്ട്. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഗദരദേശത്ത് യാത്ര പുറപ്പെട്ട ക്രിസ്തുവും ശിഷ്യന്മാരും യാത്ര ചെയ്ത പടകിലേക്ക് ആഞ്ഞടിച്ച ചുഴലിക്കാറ്റിൽ ശിഷ്യഗണം ഭയപ്പെട്ട് നിലവിളിച്ചപ്പോൾ കാറ്റിനെ ശാസിച്ച് അക്കരെ എത്തിച്ച സർവശക്തനും അധികാരിയുമായ യേശു ക്രിസ്തു യാത്ര തുടങ്ങുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞ ശബ്ദം ഇന്ന് നമുക്ക് ഏറ്റെടുക്കാം. നാം അക്കരയ്ക്ക് പോകാം. ശിഷ്യന്മാർക്ക് അറിയാതിരുന്ന പ്രതികൂലത്തിന്റെ അനുഭവം മുൻകൂട്ടി അറിഞ്ഞിരുന്ന കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ശിഷ്യന്മാരെ, നിങ്ങൾ മാത്രമല്ല, നാം അക്കരയ്ക്ക് പോകാം. അതെ, ഇന്ന് തുടങ്ങുന്ന ഈ യാത്രയെ നാം കാൽച്ചാവിട്ടുന്ന ദേശങ്ങളെ, ദേശാധിപതികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ ഒക്കെ തടയാൻ ശ്രമിക്കാം. ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്ന ആത്മീയ നേതൃത്വങ്ങളോ സഹകാരികളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ സ്പോൺസേഴ്സോ ആരും പ്രതിസന്ധിയിൽ നമ്മോട് കൂടെ കണ്ടില്ലെന്ന് വരാം. എന്നാൽ മഹത്വകരമായ ഈ ശുശ്രൂഷയ്ക്കായി വിളിച്ച കർത്താവ് നമ്മുടെ പടകിന്റെ അമരത്തുണ്ട്. ആ ക്രിസ്തുവിന്റെ ശബ്ദം ഇന്നും നമ്മെ നയിക്കുന്നതാകട്ടെ. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. ആമേൻ.